ഇങ്ങനെ ഈ അരിയെടുത്ത് നല്ലപോലെ കഴുകി കാരിയെടുത്തിട്ട് ചോർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പാത്രത്തോട് ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. നമുക്ക് ഇന്നൊരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കാം. നമുക്ക് കിട്ടുന്ന അരി വറുത്ത് പൊടിച്ച് നമുക്ക് ചെറിയൊരു ഉണ്ട പോലെ ഉണ്ടാക്കി നമുക്ക് എല്ലാത്തിനും അതിനൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ അരി വേണം. അത് കുത്തരി ആണെങ്കിലും വെള്ളയാണെങ്കിലും കുഴപ്പമില്ല. 2-3 വെള്ളക്കഷ്ണം മതി. ഞാൻ പച്ചരി എടുത്തില്ല. അതിന് 3 വെള്ളക്കഷ്ണം എടുത്ത് അത് നമുക്കൊന്ന് നല്ലോണം കുടിച്ചെടുക്കാം, പാലിനാക്കിയെടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ കുറച്ച് ചെറിയ വേണം, കുറച്ച് വേനക്കായും വേണം. ഇതൊന്നും വേണം കേട്ടോ. വേണ്ട അരി നല്ലതുപോലെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം ചുമന്ന് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് എറിഞ്ഞിടാം. വെള്ളം നല്ലോണം ഉരുകി നല്ല കൊഴുത്ത് വരുന്നുണ്ട്. ഇച്ചിരി കൂടെ കൊഴുത്ത് ഇരിക്കട്ടെ. നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. നമുക്കിത് ഒന്ന് പൊടിച്ചോണ്ട് വരാതെ അതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ ഏലക്കായ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്ക് തേങ്ങ കൂടെ അടിയാം കേട്ടോ. പാത്രത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അതുപോലെ പാത്രത്തിലോട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് അങ്ങോട്ട് അരിച്ച് ഒഴിക്കാതെ ഇങ്ങനെ പതുക്കെ ഇളക്കി നമ്മളിങ്ങനെ കൂട്ടിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായത് അരി വേണം. അത് നമുക്ക് കുത്തിരി ഉണ്ടല്ലോ, ചുമന്ന കുത്തിരി, അത് നമ്മളെടുത്ത് 2-3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകി, അത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം പോലെ നമ്മൾ കഴുകിയെടുത്ത് ഒരു ഉരുളിക്കകത്തോട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. അതിനുശേഷം അത് വറുത്തെടുത്ത സാധനം അതെടുത്ത് പൊടിക്ക് ജനിച്ചിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. പൊടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ച് ആ കൂട്ടത്തിൽ ചേർക്കുക. പിന്നെ തേങ്ങായും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇങ്ങോട്ട് പൊടിച്ച് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുത്താൽ മതി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. മധുരവും ഏലക്കായും ടേസ്റ്റും തേങ്ങായും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. നമ്മുടെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. നമുക്കിതെല്ലാം ഉണ്ടാക്കിയിട്ട് വരാം. അതെന്റെ പപ്പയെ ഇവളോട് ഞാൻ ചോദിച്ചു, അവർക്ക് മറ്റേ ഇങ്ങനെ എന്നാ വേണ്ടത്. അവൾ പറഞ്ഞു അമ്മ ഉണ്ടാക്കുന്ന എന്തേലും ഒരു മതി, എനിക്ക് അമ്മ ഉണ്ടാക്കുന്നത് ഇഷ്ടം പറയും. എന്നെ പെട്ടെന്ന് ആലോചിച്ചു, അപ്പം ഈ അരിയും കൊണ്ട് ചെറിയ ഉണ്ട ഉണ്ടാക്കുവാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടമാവും. അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കിയില്ല. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നും അറിയില്ല. കുറച്ച് അരി വറക്കുന്ന ബുദ്ധിമുട്ടല്ലേ നമുക്കുള്ളൂ. ഒരു ബുദ്ധിമുട്ടൊന്നും അറിയില്ല. പെട്ടെന്ന് ആവുന്ന സംഭവം പിന്നെ വേഗം ആക്കുകയും ചെയ്യാം. എല്ലാവരും ടേസ്റ്റായിട്ട് എല്ലാവരും കഴിക്കുകയും ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഇതൊന്നും ആവുമില്ല. നന്നായിട്ടും കേടാകാതിരുന്നോളും. എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം പണിയെ കൊടുക്കും. ഒരു സന്തോഷമുള്ള കാര്യം. തേങ്ങായും വേറെ ദോഷങ്ങളൊന്നും ചേരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു 1.5 ഗ്ലാസ് അരിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. എത്രയും സാധനമാണ്. നമുക്ക് പിള്ളേർക്ക് 4 മണിക്ക് കൊടുക്കാൻ, കാപ്പിക്ക് ഒരു കടിയായിട്ട് കൊടുക്കാൻ നല്ല സാധനമാണ്. 1.5 ഗ്ലാസ് നമുക്ക് ഇത്രയും സാധനം നമുക്ക് കിട്ടി. ആ വെച്ചാ നമുക്ക് കഴിക്കാം. വാ എന്താ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. നല്ലതാണോ? അമ്മയുടെ നായകനൊക്കെ ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയല്ലേ. ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നല്ലതല്ലേ. ഞാനും ഒക്കെ കഴിച്ചു നോക്കാം. സൂപ്പർ.